എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഭ്രാന്ത് പിടിച്ച നമ്മുടെ ഫുക്കുസുക്കു അവനിപ്പോ രണ്ട് പെണ്ണുങ്ങളെ ചുറ്റുരുത്തി സ്നേഹിച്ച് അവിടെ കുത്സിത പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ പച്ചമുടിക്കാരന് തീരെ പിടിക്കാതെ നീ ജയിച്ചിട്ട് പോരെ ആന്റിമാരുമായിട്ടുള്ള ഈ ഒരു കുത്സിത പ്രവർത്തനമെന്ന് അവൻ ചോദിക്കും. അതിന് ഫുക്കുസുക്കു ടെൻഷനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല, ഞാനാണ് ഏറ്റവും വലിയ ഓട്ടക്കാരൻ, ആരൊക്കെ ഓടിയാലും തീർച്ചയായിട്ടും ഞാൻ തന്നെ ജയിക്കും. അതിന് കൂടുതൽ പവർ കിട്ടണമെങ്കിൽ ഇതുപോലുള്ള കുത്സിത പ്രവൃത്തിയൊക്കെ ഇടയ്ക്ക് വേണമെന്ന് അവൻ പറയും. കട്ട് ചെയ്ത നമ്മുടെ കുട്ടപ്പൻ അവനെ തൂക്കിയെടുത്ത് ആ ഒരു വില്ലേജിന്റെ ഏകദേശം അടുത്തെത്തി. പക്ഷെ അത്രയും നേരം അവനെ പൊക്കിയെടുത്ത് നടന്നുകൊണ്ട് തന്നെ കുട്ടപ്പൻ ഇപ്പോ തീരെ വയ്യ. ആ ഒരു സ്റ്റെപ്പ് കയറണമെങ്കിൽ അവന് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. സാരില്ല, ഞാൻ സിമ്പിളായിട്ട് കയറുന്നു പറഞ്ഞ് കുട്ടപ്പനാവട്ടെ അവനെ എടുത്തുകൊണ്ട് പടപടാന്ന് ആ സ്റ്റെപ്സ് കയറാൻ തുടങ്ങും. ഇവിടെ സാക്കുറയും സാസുകയും ആവട്ടെ അവരൊറ്റയ്ക്ക് വന്നിട്ട് പോലും അവരെ കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. കുട്ടപ്പന്റെ ഹോഴ്സ് പവർ കണ്ട് അവര് വണ്ടടിച്ച് നിൽക്കും. അപ്പൊ ദൂരെ നിന്ന് നമ്മുടെ ആൾക്കാർ വരുന്ന കാണുമ്പോ ജിറോച്ചീനെ അത്ര നേരം പുച്ഛിച്ചിരുന്നവര് ഇപ്പൊ അവനെ കുറിച്ച് നല്ലത് പറയാൻ തുടങ്ങും. കുട്ടപ്പനെ ആദ്യം അവൻ തള്ളി പറഞ്ഞെങ്കിലും ഇപ്പൊ അവനെ വിശ്വാസമാണെന്ന് പറയുമ്പോ കുട്ടപ്പൻ ലേശം ഒരു ജാടയിട്ട് ഓക്കെ എന്ന് പറയും. അപ്പൊ അവൻ കുട്ടപ്പനോട് ചോദിക്കും, ജൂനിയർ എക്സാമില് 10ാമത്തെ ആ ഒരു ക്വസ്റ്റ്യൻ അതെന്തായിരുന്നു എന്ന്. കുട്ടപ്പൻ അത് ഓർക്കുമ്പോ തന്നെ അവൻ ഭയങ്കരമായിട്ട് ടെൻഷനാവും. 10ാമത്തെ ക്വസ്റ്റ്യൻ അതെന്നെ ഒരുപാട് ടെൻഷൻ അടുപ്പിച്ചു. നിനക്ക് 10ാമത്തെ ക്വസ്റ്റ്യനില് എന്താ സംഭവിച്ചതെന്ന് കുട്ടപ്പൻ ചോദിക്കുമ്പോ പതിയെ മൊറീനോയുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. എക്സാം നടക്കുന്ന ഹാളില് പ്രോക്ടർ പറയും, ഈ ഒരു ചോദ്യത്തിന് ഒരു ഗ്രൂപ്പിലുള്ള 3 പേരിൽ ആരെങ്കിലും തെറ്റിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ അവൻ ഗനീനായിട്ട് തന്നെ തുടരണം. നിങ്ങൾക്ക് 2 ചോയ്സ് ഞാൻ തരാം. ഒന്നുകില് ഫൈറ്റ് ചെയ്ത് തോറ്റ് ജീവിതകാലം മുഴുവൻ ഗനീനായിട്ട് ജീവിക്കാം, അതല്ലെങ്കിൽ സന്തോഷമായിട്ട് ഈ ഡോർ വഴി പുറത്തേക്ക് പോവാം. ഇൻ കേസ് ഗ്രൂപ്പിലുള്ള ഒരാൾ ക്വിറ്റ് ചെയ്താലും ബാക്കി 2 ആൾക്കാരും ഫെയിലർ ആയിട്ട് തന്നെയാണ് കണക്കാക്കുക. മൊറീനോ ആകെ അപ്സെറ്റ് ആയിട്ട് ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കും. അപ്പൊ ഒരുപാട് പേര് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ബാക്കി ചിലര് ഞാൻ തീർച്ചയായിട്ടും ജയിക്കും എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കും. അങ്ങനെ ഒരുപാട് പേര് പുറത്തേക്ക് പോകുമ്പോ മൊറീനോയും ബാക്കി കുറച്ചു പേരും മാത്രം അതിന്റെ ഉള്ളിലിരിക്കും. പ്രോക്ടർ കലിപ്പായി ഇറങ്ങിപ്പോടായെല്ലാം. നിങ്ങളെപ്പോലുള്ള മണ്ടന്മാര് ഒരിക്കലും ഈ ഒരു പരീക്ഷ ജയിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്കാർക്കും നല്ലൊരു നിഞ്ചായി തീരാൻ ഒരിക്കലും സാധിക്കില്ല. നിങ്ങൾ എല്ലാവരും ഫെയിലിയർ ആണ്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പോകാമെന്ന് പറയുമ്പോ അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും വണ്ടറടിച്ച് പരസ്പരം നോക്കും. ഇത് കേട്ട് നമ്മുടെ കുട്ടപ്പൻ ഞെട്ടും. അവനൊരു മനുഷ്യനാണോ എന്ന് കുട്ടപ്പൻ ചിന്തിക്കുമ്പോ ഒറീനോ വീണ്ടും നിന്റെ 10ാമത്തെ ക്വസ്റ്റ്യൻ അതെന്തായിരുന്നു എന്ന് കുട്ടപ്പനോട് ചോദിക്കും. കുട്ടപ്പൻ വീണ്ടും എനിക്കത് ഓർമ്മയില്ല എന്ന് പറയുമ്പോ മൊറീനോ ആവട്ടെ വീണ്ടും അവന്റെ ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. മൊറീനോ സങ്കടപ്പെട്ട് അവന്റെ ചേട്ടന്റെ അടുത്ത് നിന്ന്, എന്തിനാണ് നിങ്ങൾ എന്നെ തോപ്പിച്ചത്? ഒരു നിഞ്ചയ്ക്ക് ആവശ്യം ധൈര്യമല്ലേ, അതെനിക്കില്ലേ, എന്നിട്ടും എന്തിനു നീ ചെയ്തു ചോദിക്കുമ്പോ അതിനവന്റെ ചേട്ടൻ പറയും, ഒരിക്കലും നിനക്ക് നിഞ്ചയാവാൻ ഒരർഹതയുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും അതിന്റെ കാരണം നീ മനസ്സിലാക്കുമെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് കടന്നുപോകും. അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവര് പതിയെ ഗ്രാമത്തിലേക്ക് എത്തും. എല്ലാവരും കൈകൊട്ടി അവരെ വരവേൽക്കുമ്പോ അത്ര നേരവും കുട്ടപ്പന്റെ പുറത്തിരുന്നവൻ ചാടി താഴേക്ക് ഇറങ്ങി, എനിക്കിനി നിന്റെ സഹായം ആവശ്യമില്ല, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇനി ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇനി നീ റെസ്റ്റ് എടുക്ക്, ഞാൻ ഓടിക്കോളാന്ന് പറഞ്ഞ് അവൻ ഓടാൻ തുടങ്ങും. കുട്ടപ്പൻ നിന്നെ കൊണ്ടാവില്ല, ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് വിളിച്ചു കൂവും. പക്ഷെ അത് മൈൻഡ് പോലും ചെയ്യാതെ അവൻ മുൻപോട്ട് കുതിച്ചു പായും. അപ്പൊ അതേ സമയത്ത് സാക്കുറ കൊടുത്ത ആ ഒരു മെഡിസിൻ ഇപ്പൊ കറക്റ്റ് ആയിട്ട് അവരിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. കുറെ ഓടുമ്പോ അവന്റെ കാലില് പതിയെ വേദന തുടങ്ങും. അത് മൈൻഡ് ചെയ്യാതെ ഓടി വന്ന് ആ ഒരു ജുവൽ എടുത്ത് അവൻ വീണ്ടും മുൻപോട്ടേക്ക് ഓടും. ഇവിടെ ഫുക്കുസുക്കു ഒരു ബ്രിഡ്ജിന്റെ അടുത്തെത്തി. വാവ്, ഈ ബ്രിഡ്ജൂടെ കഴിഞ്ഞാ ഞാൻ ജയിച്ചു എന്ന് അവൻ പറയുമ്പോ നമ്മുടെ പച്ചമുടിക്കാരൻ വില്ലനാവട്ടെ, ലീഫ് വില്ലേജിലെ നിഞ്ചാസ് അവർ നിസ്സാരക്കാരല്ല, നീ എത്രയും പെട്ടെന്ന് ഓടിക്കോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും തോറ്റുപോകുമെന്ന് അവൻ പറയും. അതിനവൻ ടെൻഷനായിട്ട്, നിന്നെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല, നീ വെറും വേസ്റ്റ് ആണെന്ന് പറയുമ്പോ പച്ചമുടിക്ക് കാലിപ്പളകി അവന്റെ കഴുത്തെ കുത്തിപ്പിടിച്ച് നിനക്ക് സഹായം നൽകാൻ മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ നിന്റെ അടിമയല്ല എന്ന് പറഞ്ഞ് അവനെ തൂക്കിയെടുത്തെറിയും. അവൻ പേടിച്ച് എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് അവിടുന്ന് ഓടാൻ തുടങ്ങും. ഇവിടെ മൊറീനോ ആവട്ടെ ആ പാലത്തെ ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടിരിക്കുമ്പോ വീഴാണ് അവന്റെ കഴുത്തിൽ ഒരു അടി. അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ പച്ചമുടിക്കാരൻ. അവന്റെ കയ്യില് മൊറീനോ അടിച്ചു മാറ്റിയ ലീഫ് വില്ലേജിലെ ആ ഒരു സ്ക്വാഡ് ഉണ്ട്. അതുപയോഗിച്ചുകൊണ്ട് പച്ചമുടിക്കാരൻ വീണ്ടും അവനെ അടിച്ചു തെറിപ്പിക്കും. അവൻ ഫുക്കുസുക്കു കടന്നുപോയി കഴിഞ്ഞ ഉടൻ തന്നെ പാലത്തിന്റെ ഓരോ കമ്പികളായിട്ട് അതുപയോഗിച്ച് കട്ട് ചെയ്ത് കളയും. പക്ഷെ നമ്മുടെ ചെറുക്കൻ അവനൊരു നിഞ്ചയാണ്. അവൻ വീണ്ടും എഴുന്നേറ്റ് ഓടാൻ ശ്രമിക്കുമെങ്കിലും
പച്ചമുടിയൻ അതേ എക്യുപ്മെന്റ് ഉപയോഗിച്ച് അവനെ അടിച്ച് നിലത്തിടും. അടുത്തായിട്ട് അവൻ ലെജൻഡറി ബ്ലേഡ് ഓഫ് തണ്ടർ ഗാർഡ് ഉപയോഗിച്ച് അടിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കും. ഇത് സെക്കൻഡ് ഹൊക്കാകെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇതിന്റെ മുൻപില് ആർക്കും പിടിച്ചു നിൽക്കാനാവില്ല എന്ന് പറയുമ്പോ വീഴാണ് അവന്റെ തലയ്ക്കൊരു അടി. മറ്റാരുമല്ല, നമ്മുടെ നറൂട്ടോ കുട്ടപ്പൻ. ഇവന്റെ കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ ഒരുപാട് ക്ലൗൺസിനെ അവിടേക്ക് കൊണ്ടുവരും. കുട്ടപ്പൻ കയ്യില് റെസൻ ഗൺ പവർ ഉപയോഗിച്ച് അവന്റെ അടുത്ത് ചാട്ടി അടുക്കുമ്പോ അവന്റെ കയ്യില് ബ്ലേഡ് ഉപയോഗിച്ച് നമ്മുടെ കുട്ടപ്പനെ അടിച്ചു തെറിപ്പിക്കും. അവൻ കുട്ടപ്പനെ പിന്നെയും പിടിച്ചു വലിച്ച് അവന്റെ ബോഡിയിൽ ഓരോരോ സൂചികളായിട്ട് കുത്തിയിറക്കും. വീണ്ടും അവൻ മൊറീനോടെ നേർക്ക് പോകുമ്പോ കുട്ടപ്പനാവട്ടെ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നോട് ഏറ്റുമുട്ട്, എന്നിട്ട് അവന്റെ പുറകെ പോകാൻ പറയുമ്പോ പച്ചമുടിയന് ഭ്രാന്തായി അവൻ വീണ്ടും കുട്ടപ്പന് നേരെ തിരിയും. അതിന് പച്ചമുടിയൻ, നീ ഇപ്പോ എന്റെ മുൻപിൽ വെറും ഒരു പുഴുവാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നത്, അവരെ രക്ഷിക്കുന്നത് ഇതൊന്നും എനിക്കിഷ്ടമല്ല. തോറ്റുപോയവനും തകർന്നു പോയവനുമാണ് മറ്റുള്ളവരുടെ സഹായം വേണ്ടത്. എനിക്കതിന്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോ കുട്ടപ്പനാവട്ടെ, നീ ഇപ്പൊ ലീഫ് വില്ലേജിന്റെ ബ്ലേഡ് ഉപയോഗിച്ചാണ് എന്നെ അടിച്ചിട്ടത്. മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ നിനക്കൊരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. മൊറീനോ ബ്ലേഡും സ്ക്രോളും മോഷ്ടിച്ച് അവന്റെ കയ്യിൽ കൊടുത്ത് വേറെ വഴിയില്ലാതെ പച്ചമുടിക്കാരന്റെ പിന്നാലെ പോകും. ആ സമയത്ത് മൊറീനോടെ ചേട്ടൻ ഒരുപാട് പട്ടാളക്കാരുമായി വന്ന് അവനെ ലോക്ക് ചെയ്യും. നീ ഇപ്പൊ തന്നെ സറണ്ടർ ചെയ്തോ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നീ ഒരുപാട് ദുഃഖിക്കേണ്ടി വരുന്നു പറയുമ്പോ അപ്പോ ഒരുപാട് റെയിൻ വില്ലേജിലെ നിഞ്ചകളാവട്ടെ അവരെ റൗണ്ട് ചെയ്യും. പച്ചത്തലേൻ അവന്റെ കയ്യിൽ നിന്ന് സ്ക്രോൾ എടുത്തിട്ട് പറയും, ഇത് വായിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ലീഫ് വില്ലേജിൽ പെട്ട ഒരാൾ ആവശ്യമാണ്. നീയും നിന്റെ അനിയനെ പോലെ ലീഫ് വില്ലേജിനെ ചതിച്ചിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്കും നല്ലൊരു ജീവിതം ഞാൻ തരാമെന്ന് പറയും. കട്ട് ചെയ്ത ഇപ്പൊ അവര് രണ്ടുപേരെയും പച്ചമുടിയെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചേട്ടൻ ഒരുപാട് നേരം ഇലക്ട്രിക് ഷോക്ക് കൊടുത്തിട്ട് ഇപ്പൊ അനിയന്റെ മുടിയെ പിടിച്ച് വലിക്കും. മൊറീനോ വിളിച്ചു കരയും, ദൈവത്തെ ഓർത്ത് എന്നെ കൊല്ലരുത്, നീ പറഞ്ഞ പോലെ എല്ലാം ഞാൻ ചെയ്തു, ഞാനെല്ലാം ഉപേക്ഷിച്ച് വെറും ഒരു കൂലിപ്പണിക്കാരനായി ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അവൻ കാല് പിടിക്കാൻ തുടങ്ങും. അതിന് പച്ചമുടിക്കാരൻ പറയും, നിന്നെ ഞാൻ തീർച്ചയായിട്ടും കൊല്ലും. നിന്റെ അനിയനെ നിന്റെ മുൻപിലിട്ട് കൊല്ലരുതെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ക്രോളിലുള്ളത് നീ എനിക്ക് വായിച്ചു തരണം. നീ എന്തൊക്കെ പറഞ്ഞാലും തീർച്ചയായിട്ടും ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയുമ്പോ പച്ചമുടിക്ക് അവന് കലി കയറി നമ്മുടെ ചേട്ടനെ ഇടിക്കാനായിട്ട് വരും. കറക്റ്റായിട്ട് അവന്റെ കാലിൽ തട്ടിയിട്ട് ചേട്ടൻ ഏന്തി വലിഞ്ഞ് മൊറീനോയുടെ കെട്ടഴിച്ചു വിടും. കുട്ട ഓടിക്കോ, അല്ലെങ്കിൽ അവൻ നിന്നെ കൊന്നു കളയുമെന്ന് പറയും. അപ്പൊ കറക്റ്റായിട്ട് പച്ചമുടിയൻ അവിടെ കത്തിച്ചു വിടുമ്പോ ചേട്ടൻ വീണ്ടും മൊറീനോയോട് ഓടാൻ പറയും. നീ ഇവിടെ നിന്നാ എനിക്ക് തലവേദനയാണ്, അതുകൊണ്ട് ഇപ്പൊ തന്നെ ഓടിക്കോ എന്ന് പറയുമ്പോ നമ്മുടെ മൊറീനോ ആവട്ടെ അവൻ ഓടാൻ തുടങ്ങും. പക്ഷെ ഇത്ര നാളും കരുതിയത് മൊറീനോ അവന്റെ ചേട്ടൻ മരിച്ചുപോയി എന്നാണ്. ഇപ്പൊ കുട്ടപ്പനിലൂടെയാണ് അവന്റെ ചേട്ടൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അവനറിയാം. അതിന് കുട്ടപ്പൻ പറയും, നിന്റെ ചേട്ടൻ ജീവൻ പോലും കൊടുത്തുകൊണ്ട് നിന്നെ രക്ഷിക്കാൻ തയ്യാറായി, പക്ഷെ നീ മാത്രം അത് തിരിച്ചറിയുന്നില്ല. നിന്റെ ചേട്ടന് വേണ്ടിയോ ഗ്രാമത്തിനു വേണ്ടിയോ നീ തിരിച്ചു വരാൻ തയ്യാറായില്ല. പക്ഷെ നിന്റെ ചേട്ടൻ അവൻ ധീരനാണ്. എല്ലാവരെയും അടിച്ചു തോൽപ്പിച്ച് ആ സ്ക്രോള് അവൻ തിരികെ എത്തിച്ചു. അവൻ ധീരനാണ്. നിനക്ക് വേണ്ടിയും ഗ്രാമത്തിനു വേണ്ടിയും അവൻ ജീവിച്ചു. നിനക്കാരെയും വിശ്വാസമില്ല, നിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നീ ജീവിക്കുന്നതെന്ന് കുട്ടപ്പൻ കുറ്റപ്പെടുത്തും. നീ ചതിച്ചെന്നറിഞ്ഞിട്ട് പോലും ഇബിക്കാവട്ടെ അവന്റെ ജീവൻ കൊടുത്ത് നിന്നെ രക്ഷിക്കാൻ തയ്യാറായി. അതുകൊണ്ട് മാത്രമാണ് നിനക്ക് ജീവിതത്തിൽ എവിടെ എത്താൻ സാധിക്കാത്തതെന്ന് കുട്ടപ്പൻ പറയുമ്പോ പച്ചമുടിക്കാരൻ ചാടി വീണ്, നിനക്കുള്ള ശിക്ഷ അത് ഞാൻ തന്നെ തരും, നിനക്ക് ഞാൻ തരുന്ന ഏറ്റവും ചെറിയ ശിക്ഷ അത് മരണമാണെന്ന് പറഞ്ഞ് അവന്റെ മുൻപിലേക്ക് ചാടി വീഴും. അവൻ കത്തി വീശി അവനെ കൊല്ലാൻ ശ്രമിക്കുമ്പോ വീഴാണ് 5-6 കത്തി അവന്റെ മുൻപിലേക്ക്. അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ സാസുകയും സാക്കുറയും. സാസുക പറയും, ഇനി ഞങ്ങൾ നോക്കിക്കോളാം, നീ റെസ്റ്റ് ചെയ്യ് കുട്ടപ്പ എന്ന് പറഞ്ഞ് അവരിപ്പോ ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. പക്ഷെ പച്ചമുടിക്കാരൻ അവൻ ചിരിക്കും. കാരണം അവന്റെ കയ്യിൽ ആ ഒരു ബ്ലേഡ് ഉണ്ട്. പക്ഷെ സാസുകയ്ക്ക് ആ ഒരു ചിത്തോരി പവർ ഉള്ളതുകൊണ്ട് തന്നെ അവനും കൂളായിട്ട് നിൽക്കും. സാസുക അവന്റെ മേത്ത് ചാടി വീഴും. എന്നിട്ട് രണ്ടുപേരും തമ്മിൽ മൽപ്പിടുത്തം. അവൻ സാസുകയെ അടിച്ച് താഴെയിടുമ്പോ മൊറീനോ ആവട്ടെ അവൻ പേടിച്ചു പോകും. മൊറീനോ ചാടി എഴുന്നേറ്റ്, ഞാൻ പറയുന്ന കേൾക്ക്, നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് കുട്ടപ്പനോടും ടീമിനോടും പറയും. പക്ഷെ നമ്മുടെ ആൾക്കാര് അവര് ധീരന്മാരാണ്. സാക്കുറ കത്തിയെടുത്ത് ചാടി വീഴുമ്പോ അവന്റെ കഥ അത് ഞാൻ തന്നെ കഴിക്കുമെന്ന് പറഞ്ഞ് വീണ്ടും സാസുക എണീറ്റ് നിൽക്കും. അങ്ങനെ രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ വെച്ച് ചാട്ടപ്പാട ഫൈറ്റ് കൂടും. ഫൈറ്റിന്റെ ഒടുവില് നമ്മുടെ പച്ചമുടിക്കാരനാവട്ടെ സാസുകയെ കറക്കിയെടുത്ത് ആ ബ്രിഡ്ജിലേക്ക് വലിച്ചെറിയും. പച്ചമുടിയൻ ബ്രിഡ്ജിന്റെ കയറ് കട്ട് ചെയ്യുമ്പോ സാക്കുറ ആവട്ടെ സാസുകയെ രക്ഷിക്കാനായിട്ട് അവന്റെ കൈ കയറി പിടിക്കും. അപ്പൊ കറക്റ്റ് ടൈമില് പാലം പൊട്ടി അവര് രണ്ടുപേരും കടലിലേക്ക് പോകുമ്പോ കുട്ടപ്പനാവട്ടെ സാക്കുറ എന്ന് വിളിച്ച് അലറിക്കരയും. അവിടെ വെച്ച് നമ്മുടെ ഈ ഒരു എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു.